മുട്ടിനൊക്കെ ചെറിയ എടുത്തോണ്ടിരുന്നേ നല്ല മിതുവാ നമസ്കാരം, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞാൽ ഫിഷിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് 3 ആയിട്ടാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് പാർട്ടായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻ മുഖേന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ വരുന്നുണ്ട്. പിന്നെ കുറേ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചെളി ഇപ്പോൾ വെള്ളം വറ്റിച്ചിട്ട് ഇട്ടിട്ടുള്ള കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻഡ് കാർഡിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഫുള്ളായി കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം മീനും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിൽ മീനെ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. പല കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ തുടർന്ന് കാണുക. അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരാം നമുക്ക്. ചാപ്പാനെ തേടിച്ചെന്നെ വരുന്ന ചാപ്പ തുടങ്ങി അത് കിടക്കണം. നിങ്ങളെ ഇവിടെ വെള്ളം വിട്ടോണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു ഈ ഭാഗത്ത് ബണ്ട് പൊട്ടിയിട്ടുള്ള ഏരിയ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ബണ്ട് പൊട്ടിയ ഭാഗത്തു നിന്നുള്ള ഇവിടെ അധികം ചളിയും കാര്യങ്ങളൊന്നുമില്ല. കാരണം സുഖമായിട്ട് മീൻ പിടിക്കാം. ഒരുപാട് വെള്ളം വറ്റിച്ചിട്ടാണ് നമ്മളിപ്പോൾ മീൻ പിടിക്കുന്നത്. അത്യാവശ്യം വെള്ളം ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ വറ്റിച്ചപ്പോൾ മീനൊക്കെ കണ്ടില്ലേ, നിലത്ത് നിൽക്കാൻ ഇങ്ങനെ ഓടി കളിക്കുക. അപ്പോൾ അവിടെ നിന്നൊക്കെ ചെളിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും ഒളിച്ചിരിക്കണ മാതിരി ഇവർ ചെളിയിലിരിക്കാം. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ മെല്ലെ ഇങ്ങനെ കാലോണ്ട് തട്ടിയിട്ടും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടിട്ട് പോയോ നിങ്ങൾ. ചിലപ്പോ എടുക്കോടാ ഹോട്ടലേറ്റ് നടക്കണോ? ഇതിന്റെ ഉള്ളിലൊക്കെ മീനുണ്ട്. ഷാജിക്കല്ലേ ഇത് വലുത് പിടിച്ചിട്ടേ ആളാവുക. അതേ ഹോട്ടലേറ്റ് ഒന്ന് നടക്കണം കേട്ടോ ഈ അരുവിലൊക്കെ. ഇനി അതൊക്കെ പിടിക്കാണ്ട് വേഗം പോയിട്ട് വന്നോ, വേഗം പോയിട്ടോ. ഇപ്പൊ നിങ്ങൾ എന്ത് വീശിലാ വീശിയത്? മീനൊക്കെ ഇതിൽ തന്നെയാണല്ലോ. എന്താ സമ്മതിക്കാത്ത? ഇപ്പുറത്തേക്കാണ് നിങ്ങളുടെ അത് അങ്ങോട്ട് വരുന്നത്. ഇതെന്നാ ഈ അരിക്ക ഈ കുപ്പിയുടെ അപ്പുറത്തായിട്ട്
അപ്പുറത്ത് ഞങ്ങളെ കാലിൻ്റെ അവിടെ തന്നെ അങ്ങോട്ട് കയറി അവിടെ ചാടി മാറി. എന്താ അവിടെ ആ ചാരിന്നാ വരുന്ന അവിടുന്ന്? എന്താ അതിന് വിടല്ലേ കാ? അല്ല ഇങ്ങോട്ട് വെള്ളത്തിൽ ഇങ്ങോട്ട് ഇറക്കണ്ട ചിട്ടാ. പോയി ആ പോണു. Hey. അവിടുത്തെ തപ്പിപ്പിടുത്തം പോരാതെ തോടുകൾ ഇതുപോലെ ഒരുപാട് തോടുകളുണ്ട്. ഇപ്പം നമ്മൾ ആ ബണ്ട് കാണുന്നില്ല, അവിടെയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പിടിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ അങ്ങനെ ചില നേരത്ത് വല വീശിയിട്ട് ഇങ്ങനെ മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മീൻപിടുത്തങ്ങൾ അത് വേറെ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ അവിടെയുള്ള മീൻ പിടിക്കുന്ന അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളാകെ ഇവിടെയുള്ള എല്ലാ മീനുകളെയും നമ്മൾ പിടിച്ചെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇത് ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഒരു തോട് വറ്റിച്ചിട്ട് അവിടെ പിടിക്കുന്ന ഭാഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്.
സാധനം കിടക്കണ ഇവിടെ ഉണ്ട് കേട്ടാ. ഇതാ കിടക്കണ്, പൊന്തി എടുക്കണ്. ഇതാണ് സംഭവം. അതിന് പോന്നാ അതിനെ ക്ലീനാക്ക് കാണത്തെ മുതലിനെ. അതിനാണ്ട് വെട്ടൊന്നും എടുക്കാം. കളയിലട്ടാ, കഷ്ടപ്പെട്ട് കിട്ടിയ. കല്ലുത്തിയാ കിടക്കണം. വണ്ടിയേ കല്ലുത്തി. ഐ ഓണൊരു പോട്ടെ. ആ അവിടക്കടല്ലേ. ഏയ് നമ്മളത് ചെയ്യുവോ? നമ്മള് 250 ഗ്രാം പറയില്ല. വഴുക്കും പായ അവിടെ. മാറിക്കോ അവിടുന്ന്, മാറിക്കോ. കല്ലുത്തിയത് അതൊക്കെ 250 ഗ്രാമല്ലോ.
അതോ മഴ പെയ്യേണ്ടത് തന്നെയാ അവിടെ വലിയ മീൻ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ മുന്നില്. അപ്പൊ കഴിഞ്ഞിട്ടാ ചളിയിൽ നീന്തിയിട്ട് മീൻ പിടിക്കുന്ന സംഭവം കണ്ടിട്ടുണ്ടോ? അതാണ് ഈ കാണുന്നത്. ഇത് നമ്മളെ സ്നേഹിതനായ സുരേഷ് ചേട്ടനാണ്. അപ്പോൾ സുരേഷ് ചേട്ടൻ വളരെ കണ്ണിങ്ങിലാണ്, ചളിയിൽ നീന്തി മീൻ പിടുത്താണ്. അപ്പോൾ ആ ഒരു രംഗം ആ കണ്ടിൽ പിടിച്ചെറിയാൻ എത്രത്തോളം മീനുകളാണ് നടക്കുന്നത്. ഒരെണ്ണങ്ങള് പിന്നീക്ക് പോയിട്ടായിരുന്നല്ലോ. വലുത് കിട്ടി. ആ ചെറുതാ അടിച്ചതാണ്. നാളെ കൊണ്ടാട്ടാ. നാളെ ഇറക്കം പറയാ പൊട്ടിക്കല്ലേ തിരിക്കല്ലേ നമ്മളെ മീൻ പിടുത്തം അവസാനിപ്പിക്കുകയാണ്. എല്ലാ മീനും ഇപ്പം നമ്മളെ ഏകദേശം മീനൊക്കെ പിടിക്കൽ കഴിഞ്ഞ് എല്ലാവരും ഫ്രഷ് ആവാൻ തുടങ്ങി. തകർന്നു അത്യാവശ്യം മീനുകൾ നമ്മൾ കയറ്റി. ലാസ്റ്റ് സൂര്യേട്ടനാണ് ഇപ്പോൾ മീൻ അവസാനം പിടിക്കുന്നത്. അടുത്ത വീഡിയോയിൽ കാണുന്നത്. നമുക്ക് കിട്ടിയ കല്ലുത്തികളെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. കല്ലുത്തി പറഞ്ഞു കഴിഞ്ഞാൽ കരിപ്പിടി, പലയിടത്തും അനാബസ്, പലയിടത്തും പല രീതിയിൽ പറയാം. അനാബസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കല്ലുത്തി, വലിയ കല്ലുത്തിനൊക്കെയാണ് അനാബസ് എന്ന് പറയാം. പിന്നെ നമുക്ക് ഒരുപാട് കണ്ണന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണനൊക്കെ കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള മീനുകളൊക്കെയാണ് നമുക്ക് കിട്ടിയത്.
ഒരുപാട് മീനുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ മീനുകളായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.